അങ്ങനെ ഈ വർഷത്തെ ലാസ്റ്റ് ദിവസം December 31, 2025. ഇപ്പോൾ സമയം ഇവിടെ നട്ടിച്ച് 12 മണി ആകാൻ പോകുന്നു. അങ്ങനെ 10 മിനിറ്റ് കൂടെ ഉണ്ട്, 15 മിനിറ്റ് കൂടെ ഉണ്ട്. 11:45 ഉള്ളൂ. ഒരു വർഷമൊക്കെ പോയ പോക്ക്. കഴിഞ്ഞ വർഷം ഈ സമയത്തൊക്കെ ഞാൻ പുറലോകം കണ്ടിട്ട് പോലില്ല. അതേപോലെ ഞാൻ ഈ ഒരു മുറിയും എൻ്റെ കിച്ചണും വാഷ്റൂം നോക്കിയിട്ട് ഇങ്ങനെ ഇതിനകത്ത് പരത്തി നടക്കും. ആ കൂടെ ആഴ്ചയിൽ ഒരു ആൾഡി പോകുമ്പോൾ മാത്രമേ ഞാൻ പുറത്തിറങ്ങത്തില്ലായിരുന്നു. അങ്ങനെ ഒരു ജീവിതം ജീവിച്ചിട്ടാണ് ഞാൻ. ഒരു കഴിഞ്ഞൊരു വർഷത്തിലോട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ എൻ്റെ അമ്മ വാനപ്പടക്കമായിരുന്നു. കരഞ്ഞ് മടുത്തു, ചിരിച്ചും മടുത്തു. ഇനി ഒരു വഴിയില്ലാത്ത എൻ്റെ തെറ്റി ഒത്തിരുന്നിട്ടുണ്ട്. എന്തൊക്കെയോ നടന്നു. പക്ഷേ ഈ ഒരു വർഷത്തിൽ ഏറ്റവും കൂടുതൽ മനസ്സിലായ ഒരു കാര്യം, ഇനി മല വന്ന് തലേ വീടെന്ന് പറഞ്ഞാൽ നമ്മളൊരു കുലുക്കം ഇല്ലാണ്ട് നിൽക്കും. അജാതി എക്സ്പീരിയൻസ് ആയിരുന്നു കഴിഞ്ഞ വർഷം. ഇപ്പോഴും എൻ്റെ ഒരു ബലമായ സംശയം, എൻ്റെ റൂമിൻ്റെ അപ്പുറത്ത് കൂടി ഒരു സ്പെയിൻകാർ കുട്ടിയായിരുന്നു. അത് മര്യാദയ്ക്ക് ഉയർന്ന മറ്റേ മുന്തിരിങ്ങൊക്കെ 10-12 പറക്കിക്കൊണ്ട് പോയപ്പോൾ അത് അവരോട് ചോദിച്ചപ്പോൾ എന്താണെന്ന് വെച്ചാൽ എൻ്റെ റിച്ചലാന്ന് പറയാൻ മര്യാദയ്ക്ക് എൻ്റെ കൂടെ പോയി നിന്നാൽ മതിയായിരുന്നു. വർഷം ഗുണം പിടിച്ചാൽ ആ ഒരു ഒറ്റക്കാരം കൊണ്ട് വർഷം മുഞ്ചത് എന്നാണ് എൻ്റെ ഒരു പ്രാഥമിക നിഗമനം. ഇപ്രാവശ്യം പണി കാണാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ മുന്തിരിങ്ങൊക്കെ നേരത്തെ മേടിച്ചു. പച്ചമുന്തിരി ചുമന്ന മുന്തിരി മേടിച്ചു വെച്ചു. രണ്ട് തിന്നേക്കാം നമുക്ക്. 2026 ഞാൻ പ്രതീക്ഷയോട് ഉറ്റുനോക്കുന്നത്. 25 കുറിച്ചുള്ളൊരു താത്വിക അവലോകനത്തിന് ശേഷം ഞാൻ ആദ്യം പോയി ചെക്ക് ചെയ്തത് എൻ്റെ മുന്തിരിയെല്ലാം കറക്റ്റായിട്ട് അവിടെ ഇരിക്കുന്നില്ലെന്ന്. പിന്നെ ഫുഡ് ഉണ്ടാക്കുന്നതുകൊണ്ട് തക്കാളി ചമ്മന്തിയും മീൻ പൊരിച്ചതായിരുന്നു എൻ്റെ ഇന്നത്തെ അജണ്ടയിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ തക്കാളി ചമ്മന്തി ഉണ്ടാക്കി. പക്ഷേ മീൻ പൊരിക്കാനായിട്ട് മഞ്ഞൾ കുപ്പിനെ ഞാൻ പേടിപ്പിച്ചിട്ടാണ് എനിക്കൊരു തുള്ളി മഞ്ഞൾ കിട്ടിയത്. അങ്ങനെ നേരെ ഫുഡും കഴിച്ച് ഞാൻ പോയിരിക്കാമെന്ന് പ്രതീക്ഷിച്ചത് രാത്രിയിൽ തന്നെ നമ്മൾ മറ്റേ 12 കാര്യം എഴുതി വെക്കണമല്ലോ. ഇത് വന്നിട്ട് ഒരു സ്പാനിഷ് കൾച്ചറാണ്. ഈ 12 മുന്തിരിങ്ങ തിന്നുന്നത്. അവർ പറയുന്നത് നമുക്ക് എന്തോ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന 12 കാര്യങ്ങൾ നമ്മൾ ആലോചിച്ച് ഈ ക്ലോക്ക് ലാസ്റ്റ് 12 സെക്കൻഡ് സ്ട്രൈക്ക് ചെയ്യുന്നത് ഓരോ സെക്കൻഡിൽ നമ്മൾ ഓരോ മുന്തിരി ആ കാര്യം ഓർത്തിട്ട് അത് കഴിക്കണം. ആ ഇയർ കുറച്ചുകൂടെ നമുക്ക് പ്രോസ്പെറസ് ആയിരിക്കും. മേ ബി കാര്യങ്ങൾ കംപ്ലീറ്റ്ലി നടക്കാൻ സാധ്യതയുണ്ട്. ഇവിടെ റിലേറ്റഡ് ടു എന്തെങ്കിലും നടക്കാൻ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും. നമ്മുടെ ലൈഫ് കുറച്ചുകൂടെ രസമായിരിക്കും എന്നൊക്കെയാണ് പറയുന്നത്. ഇത് പക്ഷേ ഞാൻ എഴുതിയിട്ട് 12 നിർത്തുന്നില്ല. എത്ര ലൈഫിൽ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. അതായത് കൂടി 2-3 കാര്യം ഇതിൻ്റെ എൻ്റെ കാര്യമുള്ളൂ. ബാക്കി ഫുൾ നാട്ടുകാർക്ക് വേണ്ടിയിട്ട് അങ്ങോട്ട് പോയിട്ട് അപ്പുറത്ത് വിട്ട ചേച്ചി ഇപ്പുറത്ത് വിട്ട ചേച്ചി കുറേ നശൂലങ്ങൾ നശിച്ച് പോരണം. അങ്ങോട്ട് എഴുതി വെച്ചാലോ. അതൊക്കെ എഴുതിക്കൂട്ടി കുറച്ച് നേരം പഠിത്തം കഴിഞ്ഞ് നേരെ പാർട്ട് ടൈമിന് പോയി. റെസ്റ്റോറൻറ്റിൽ ചെന്നപ്പോൾ നിറയെ ബലൂണൊക്കെ ഒട്ടിച്ച് ന്യൂ ഇയർ ആഘോഷിക്കാൻ ഓൾറെഡി അവർ റെഡി ആയിരുന്നു. ഇത് റെസ്റ്റോറൻറ്റ് പുറത്തുള്ള ബിൽഡിംഗ് ആണ്. ഇന്നലെ എൻ്റെ കഷ്ടകാലത്തിന് എൻ്റെ ഷിഫ്റ്റ് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ 11 കാലമായി. എൻ്റെ ഒരു പ്രതീക്ഷ ബസ്സിലായിരിക്കുന്ന എൻ്റെ ന്യൂ ഇയറിനാണ്. അങ്ങനെ വേഗം വീട്ടിൽ ചെന്ന് മുന്തിരിയും കഴുകിയെടുത്ത് നമ്മൾ നേരെ ടേബിളിൻ്റെ അടിയിൽ കയറിയപ്പോഴത്തേനും തന്നെ സമയമായി. പിറക്കി തിന്ന് നോക്കി ഫുള്ള് തിന്നു. അങ്ങനെ നേരെ പുറത്തോട്ട് ഇറങ്ങി കുറച്ച് പടക്കം പുത്തിരിയൊക്കെ പൊട്ടിക്കുന്ന കണ്ട് നേരെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി. അവിടെ പോയി കുറച്ച് നേരം ഞങ്ങൾ കഴുത കളിച്ചിരുന്നു. കുറേ നേരം കഴുതിയായിട്ട് ഇങ്ങ് പോന്നു.